നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. മുസ്ലിം യൂത്ത് ലീഗ് നേതാവ് PK ഫിറോസിനെതിരെ സാമ്പത്തിക അഴിമതി ആരോപണങ്ങളുമായി ഡോക്ടർ KT ജലീൽ രംഗത്ത് വന്നിരിക്കുകയാണല്ലോ. ദിനംപ്രതി പുതിയ സാമ്പത്തിക അഴിമതി ആരോപണങ്ങളാണ് ഡോക്ടർ KT ജലീൽ PK ഫിറോസിനെതിരെ ഉയർത്തിക്കൊണ്ടുവരുന്നത്. ME ചിക്കൻ കോർണർ മുതൽ ദുബായിലെ കമ്പനിയിലെ പാർട്ണർഷിപ്പ് വരെയുള്ള നിരവധി സാമ്പത്തിക അഴിമതി ആരോപണങ്ങളാണത്രേ ഡോക്ടർ KT ജലീൽ ദിനംപ്രതി ഉയർത്തുന്നത്. വളരെ താഴ്ന്ന സാമ്പത്തിക പശ്ചാത്തലമുള്ള കുടുംബത്തിൽ നിന്ന് വന്നയാളാണ് PK ഫിറോസ് എന്നും അദ്ദേഹത്തിന് ഇത്രയും പണം ബിസിനസ്സൊക്കെ നടത്താൻ എവിടെ നിന്ന് ലഭിച്ചുവെന്നും കോടിക്കണക്കിന് രൂപയുടെ ആസ്തി ഫിറോസ് ഇപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞുവെന്നും എങ്ങനെയാണ് ഈ പണം സമ്പാദിച്ചതെന്നും KT ജലീൽ ചോദിക്കുന്നു. യൂത്ത് ലീഗ് പ്രസിഡന്റായിരിക്കുമ്പോൾ നിരവധി ചലഞ്ചുകൾ, പരിപാടികൾ ഫിറോസിൻ്റെ നേതൃത്വത്തിൽ യൂത്ത് ലീഗ് നടത്തിയിരുന്നു. അതിൽ നിന്നൊക്കെ പിരിച്ച പണം വകമാറ്റി ചെലവഴിച്ചാണ് PK ഫിറോസ് ഇത്ര സമ്പന്നനായി തീർന്നതെന്ന ആരോപണമാണ് ഡോക്ടർ KT ജലീൽ ഉയർത്തുന്നത്. ധോത്തി ചലഞ്ച് മുതൽ കത്തവ ഫണ്ട് വരെ PK ഫിറോസ് അടിച്ചു മാറ്റിയത് കോടികളാണെന്നാണ് KT ജലീൽ ആരോപിക്കുന്നത്. ഇതിൻ്റെ ചില തെളിവുകളൊക്കെ അദ്ദേഹം, അല്ലെങ്കിൽ തെളിവുകളെന്ന് പറയപ്പെടുന്ന കുറേ കാര്യങ്ങളൊക്കെ അദ്ദേഹം പുറത്തുവിട്ടിരുന്നു. എന്നാൽ ഇവിടെ ചോദ്യം മറ്റൊന്നാണ്. KT ജലീലിന് PK ഫിറോസിനെ കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ എത്തിച്ചു കൊടുക്കുന്നത് ആരാണ്? അത് മുസ്ലിം ലീഗിൽ നിന്നുള്ളവർ തന്നെയാണെന്നാണ് ഇപ്പോൾ അറിയുന്നത്. ലീഗിൽ ജലീലിൻ്റെ ചാരന്മാർ ഉണ്ടത്രേ. ഈ ചാരന്മാരാണ് ഓരോ യൂത്ത് ലീഗ് പരിപാടിയെക്കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങൾ, കണക്കുകൾ എല്ലാം KT ജലീലിന് എത്തിച്ചു കൊടുക്കുന്നത്. KT ജലീലുമായി വ്യക്തിപരമായി അടുപ്പമുള്ള ലീഗിലെ ചില നേതാക്കളാണ് ഇതിൽ പ്രധാന പങ്ക് വഹിക്കുന്നതത്രേ. PK ഫിറോസിന് അടുത്ത തവണ നിയമസഭാ സീറ്റ് കിട്ടാതിരിക്കണമെന്നുള്ള ഒറ്റ ലക്ഷ്യത്തിലാണ് ഈ ലീഗ് നേതാക്കൾ ഇത്തരത്തിൽ KT ജലീലിൻ്റെ അഞ്ചാം പത്തികളായി പ്രവർത്തിക്കുന്നത്. PK ഫിറോസ് യൂത്ത് ലീഗ് അധ്യക്ഷനായിരുന്ന സമയത്തും അതിനുശേഷമുള്ള കാലത്തുമൊക്കെ യൂത്ത് ലീഗിൻ്റെ പരിപാടികളിൽ പിരിച്ച പണത്തിൻ്റെ കണക്കുകളെല്ലാം കൃത്യമായി KT ജലീലിൻ്റെ കയ്യിലെത്തിയിട്ടുണ്ട്. ഇത് വച്ചാണ് KT ജലീൽ ഓരോ ദിവസവും പത്രസമ്മേളനം നടത്തുന്നത്. ഫിറോസിനുള്ള കടകളിലെ പാർട്ണർഷിപ്പ്, ദുബായിലുള്ള വ്യവസായം, അല്ലെങ്കിൽ അവിടുത്തെ കമ്പനിയിലെ ജോലി, 5.5 ലക്ഷം രൂപ മാസം വരുമാനം, ഇതിൻ്റെ എല്ലാം കൃത്യമായ കണക്കുകൾ KT ജലീൽ പുറത്തുവിടുന്നത് ലീഗുകാർ തന്നെ ചോർത്തിക്കൊടുക്കുന്ന വിവരങ്ങളാണെന്നാണ് ലീഗിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വളരെ കൃത്യമായ ചില ഓപ്പറേഷൻസ് ഫിറോസിനെതിരെ ലീഗിൽ നടക്കുന്നുണ്ട്. അടുത്ത തവണ അദ്ദേഹത്തിന് നിയമസഭാ സീറ്റ് കിട്ടാതിരിക്കുക എന്നുള്ള ഉദ്ദേശം വച്ച് തന്നെയാണ് ആ നീക്കങ്ങൾ ലീഗിനുള്ളിൽ നടക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. മലപ്പുറത്ത് ലീഗ് മത്സരിച്ച് ജയിക്കുന്ന ഏതാണ്ട് 15, 16, 17ഓളം സീറ്റുകളുണ്ട്. ഈ സീറ്റുകളിൽ ഏറ്റവും കൂടുതൽ വിജയിക്കാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു സീറ്റ് PK ഫിറോസിന് പോകും. ആ സീറ്റുകൾ നോട്ടമിട്ടിരിക്കുന്ന നിരവധി ലീഗ് നേതാക്കളുണ്ട്. അവരിൽ ചിലരൊക്കെയാണ് ഇത്തരത്തിൽ കലാപരിപാടികൾ നടത്തി PK ഫിറോസിനെതിരായ വിവരങ്ങൾ KT ജലീലിൻ്റെ കയ്യിൽ എത്തിക്കുന്നത് അത്രേ. അങ്ങനെ KT ജലീലിൻ്റെ ചാരന്മാർ ഊർജ്ജസ്വലമായി ലീഗിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും ജലീൽ ലീഗിലെ ആർക്കൊക്കെ എതിരെ പത്രസമ്മേളനം നടത്തും എന്ന് വിചാരിക്കുന്നുവോ ആ നിമിഷം അവർക്കെതിരെയുള്ള തെളിവുകൾ KT ജലീലിൻ്റെ കയ്യിലെത്തും. അങ്ങനെയാണ് ലീഗിലെ ജലീലിൻ്റെ സംവിധാനം. മന്ത്രിയായിരിക്കുമ്പോഴൊക്കെ അത്തരത്തിലുള്ള സംവിധാനം ലീഗിൽ തന്നെ ജലീൽ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് അത്രേ. അതുകൊണ്ട് ഇപ്പോൾ PK ഫിറോസിനെതിരെയുള്ള വിവരങ്ങളും ജലീലിന് ലഭിക്കുന്നത് മറ്റെവിടെ നിന്നല്ല, ലീഗിൽ നിന്ന് തന്നെയാണ്. ഇത് ലീഗ് നേതൃത്വവും മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ അത് കണ്ടെത്തി തടയാൻ അവരും അശക്തരാണ്, അല്ലെങ്കിൽ അവർക്കതിന് കഴിയുന്നില്ല. കാരണം PK ഫിറോസിൻ്റെ സാമ്പത്തിക നില, അദ്ദേഹം ഉയർന്നു വന്ന രീതി, ഇതെല്ലാം ലീഗിലെ പല നേതാക്കൾക്കും അറിയാം. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആസ്തിയും പല നേതാക്കൾക്കും അറിയാം. ഇതെല്ലാം കൃത്യമായി ഉപയോഗിക്കാൻ വേണ്ടി KT ജലീലിൻ്റെ കയ്യിൽ എത്തിച്ചു കൊടുക്കുന്നത് ലീഗിലെ പ്രമുഖ നേതാക്കൾ തന്നെയാണത്രേ. ഇത് PK ഫിറോസിനും അറിയാം. അത് അദ്ദേഹം പാർട്ടി നേതൃത്വത്തിൻ്റെ മുമ്പിൽ കൃത്യ തെളിവിലൂടെ അവതരിപ്പിച്ചിട്ടുമുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ലീഗിൽ ജലീലിന് ചാരന്മാരുണ്ട്. അതുകൊണ്ട് തന്നെ PK കുഞ്ഞാലിക്കുട്ടിക്കെതിരെ തിരിഞ്ഞാലും, PK ഫിറോസിനെതിരെ തിരിഞ്ഞാലും, ഇനി പാണക്കാട് തങ്ങൾക്കെതിരെ നാളെ KT ജലീൽ തിരിഞ്ഞാലും അപ്പോഴും തെളിവുകളെല്ലാം, വിവരങ്ങളെല്ലാം KT ജലീലിൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുക്കാനുള്ള സംവിധാനം മുസ്ലിം ലീഗിനുള്ള അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ടത്രേ. അതിനെയാണ് KT ജലീലിൻ്റെ കയ്യിലെ മുസ്ലിം ലീഗ് എന്ന് എല്ലാവരും പറയുന്നത്.